ഹലോ ഗൈസ്, നമ്മുടെ നീലുവിൻ്റെ ചോറൂണാണ് കേട്ടോ. നീലു ഇവിടെ നല്ല ഉറക്കമാണ്. അപ്പോഴേക്കും ഞങ്ങൾ കുളിച്ച് റെഡിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ സ്റ്റേ ആണ്, അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്കാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ലേറ്റായി പോയിട്ടോ. കാരണം നീലു ഉണർന്ന് പിന്നെ അവൾക്ക് ചായ കൊടുത്ത് ചോറ് കൊടുത്ത് എന്നിട്ടൊക്കെ വേണ്ട ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോഴേക്കും ഒരു 5 മിനിറ്റ് ലേറ്റായി. ഞങ്ങൾ വണ്ടി വന്നിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ഒന്നും നോക്കിയിട്ടോ, വണ്ടി ഒന്നാമതേ വണ്ടി വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പിന്നെ ചടപടാന്നായിരുന്നു കേട്ടോ പരിപാടികളെല്ലാം. നിലുവിനെന്ന് പറഞ്ഞാൽ യാത്രയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഭയങ്കര സന്തോഷം. അവൾക്ക് എന്താ പറയുക, നമുക്കെന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നു. കാരണം അവൾക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ. വൈബാണ് അവൾക്ക്. കാരണം അങ്ങനത്തെ ആളുകൾ തന്നെ കുട്ടികളെ ആയാൽ നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. ഇതാണ് കേട്ടോ എൻ്റെ അനിയനെ. അവൻ്റെ പരാതിയാണ്, നിൻ്റെ വ്ളോഗിലൊന്നും ഞാനില്ലല്ലോ, ഇന്നെ മാത്രം എടുക്കൂല, എന്താ എന്നുള്ളൊരു പരാതിയായിരുന്നു കേട്ടോ. ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെയും കൂടെ ഇതിലേക്ക് കൂട്ടിയത്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ കോഴിക്കോട് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ ഒരു വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ വിചാരിച്ചിട്ട് ബസ്സിലൊക്കെ പോയിരുന്നെങ്കിൽ പെട്ടുപോയേനേത്. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും മഴ ഏകദേശം ചോർന്നിരുന്നാലും ചെറിയൊരു പാറ്റിലുണ്ടായിരുന്നു. എന്നാലും വല്ലാതെ കുറച്ചും ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അവിടേക്ക് എത്തി, പാട്ടൊക്കെ കേട്ട് ആ ഒരു വൈബിനനുസരിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. സ്റ്റേഷനിലെത്തി ഏട്ടനും പപ്പയും കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ നടന്ന് വന്നപ്പോഴേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയ ആൾക്കാർ ബാക്കിയുള്ളതൊന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം അത്രയും തിരക്കായിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഞങ്ങൾ ട്രെയിനിലൊക്കെ ഇരുന്ന് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടു. നീലുവിൻ്റെ സന്തോഷം കണ്ടില്ലേ, അവൾക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. പിന്നെ അമ്മായി അതിലേറെ പൊളിയാട്ടോ. അമ്മായി എന്ന് പറഞ്ഞാൽ പറയാനൊന്നുമില്ല. അമ്മായിക്ക് വൈബ് ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, ഞാൻ മറക്കും വീഡിയോ എടുക്കുക. അപ്പോൾ അമ്മായി വീഡിയോ എടുക്കുമെന്ന് അമ്മായി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു തമാശ ഉണ്ടായി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ ലോക്കലിലെ ടിക്കറ്റ് എടുത്തപ്പോൾ ഇതിലാണോ നമ്മൾ കയറേണ്ടത്, അത് അപ്പുറത്തേലാണ് കയറേണ്ടത്. അങ്ങനെ ട്രെയിനിലൊന്നും അങ്ങനെ യാത്ര ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് കാരണം തന്നെ എല്ലാവർക്കും ഭയങ്കര അറിയില്ല ഏതിലാണ് കയറേണ്ടതെന്ന്. കാരണം നമുക്ക് എന്ന് യാത്ര ചെയ്യുമ്പോഴല്ലേ നമുക്കത് അറിയുള്ളൂ. അപ്പോൾ അനിയനും ഏട്ടനൊക്കെ ഇനിയിപ്പോൾ ഇതിലാണോ കയറേണ്ടത്, മാമനൊക്കെ ഇതിലാണോ കയറേണ്ടത്, അതിലാണ്. ഇനിയിപ്പോൾ നമ്മൾ കയറുന്നത് മാറി ലോക്കലല്ലേ, ഏതിലും കയറാമല്ലോ. ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പപ്പേനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നത്. പപ്പ വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസമായി. അപ്പോൾ കുഞ്ഞാപ്പിൻ്റെ ഗുരുവായൂരിൽ കുടുംബക്ഷേത്രത്തിൽ നിന്നൊക്കെ ചോറൂണ് 2-3 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ മുത്തപ്പൻകാവിന്ന് പപ്പ വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചുകൊണ്ട് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പേനെയും കൊണ്ട് പോകാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പപ്പയും കുഞ്ഞാപ്പിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ കുഞ്ഞാപ്പിക്കൊരു വയസ്സായി. അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞൊരു 2-4 മന്ത് ആയപ്പോഴേക്കും ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിട്ടോ. എല്ലാവരും അവിടെ എത്തിയപ്പോഴേക്കും എന്നെ ടയേർഡായി. കണ്ടില്ല, ഓരോരുത്തർ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. കാരണം ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് 1 മണിക്കൂർ പിന്നെ ഒരു യാത്ര ഉണ്ട് കേട്ടോ ബസ്സിൽ. അതും കൂടെ ചെയ്തപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ടയേർഡായി. അമ്മായിയൊക്കെ ആകെ കുഴങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് റൂമൊക്കെ തിരഞ്ഞു വന്നപ്പോഴേക്ക് ഒരുപാട് ലേറ്റായിപ്പോയി. കാരണം അത്രയും റൂമൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഞങ്ങളൊരു 10-11 പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും പേർക്ക് നിൽക്കാനുള്ളൊരു റൂം അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 2 റൂമാക്കി തിരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് മുത്തപ്പൻ്റെ അടുത്ത് ചെന്ന് തൊഴുതു കേട്ടോ. ഞാനും ഏട്ടനും കുഞ്ഞാപ്പിയും കയറിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ചോറ് കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനും അമ്മയും കുട്ടിയും കൂടെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല, പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് അവരെല്ലാവരും ചെന്ന് മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വാങ്ങി അവർ ഇറങ്ങിട്ടോ. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് എത്തിയിട്ടോ. റൂമിലേക്ക് എത്തി അപ്പം തന്നെ ഏതാണ്ട് കിടക്കണേ എല്ലാവരും കട്ടിൽ ഹാൾട്ടായി. അമ്മായിയൊക്കെ ക്ഷീണിച്ചിരിക്കുക. ഞാനിനി എങ്ങോട്ടില്ല, നീ പോണലൊക്കെ പോക്കോ, ഞാനിനി എങ്ങോട്ടില്ല എന്ന് മട്ടിലായിരുന്നു കേട്ടോ അമ്മായിൻ്റെ അടുത്തോ. ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ അമ്മായി നീ വീഡിയോ എടുക്കാൻ നീ എടുക്ക്, എനിക്ക് വയ്യ, നീ എന്നെ പിടിക്കല്ല കേട്ടോ, ഞാനില്ലട്ടോ അതിൽ പറഞ്ഞിട്ടാണ്ട് എല്ലാവരും അവിടെ കടന്ന്. കുഞ്ഞാപ്പിയും ഒരു വൈക്ക് ഹാൾട്ടായിന്. അമ്മായി ഉണ്ടോ ഇരിക്കുന്നുണ്ട് അമ്മായി.
കുഞ്ഞാപ്പിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കുഞ്ഞാപ്പി ഹാപ്പിയാണ്. കുഞ്ഞാപ്പിക്ക് ഒരു ടയേർഡും കാര്യങ്ങളില്ല. അങ്ങനെ എല്ലാവരും കടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലെത്തിട്ടോ. അവർ ഉള്ളിൽ കയറി തൊഴുത് വന്നപ്പോഴേക്കും ഞാനും ഏട്ടനും കുഞ്ഞാപ്പിയും കൂടെ കുളിച്ച് ഇറങ്ങി താഴേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് റൂം കിട്ടിയിരുന്നത്. കുഞ്ഞാപ്പി കണ്ടോ, കുഞ്ഞാപ്പി എന്താ ഇപ്പോൾ ഇവിടെ സംഭവം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ കുഞ്ഞാപ്പിൻ്റെ ഇരുത്തം. 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കൊടുക്കുന്ന നമ്പൂതിരി വന്നു. ഫുഡ് കൊടുക്കുന്ന കാരണം പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ 3 പേർക്ക് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് അച്ഛയ്ക്കും ഒന്ന് അമ്മയ്ക്കും പിന്നെ നമ്മൾ കൂടെ വന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പപ്പേനാട്ടോ ഞങ്ങൾ വിളിച്ചിരുന്നത്. കാരണം ഞങ്ങൾ ഗുരുവായൂരിന്നും പിന്നെ ഗുരുക്ഷേത്രത്തിൽ നിന്നൊക്കെ ചോറൂണ് കഴിഞ്ഞപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും കൊടുത്തിരുന്നു. പക്ഷെ പപ്പയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പപ്പ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം പപ്പ കൊടുത്തോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ പപ്പേനായിരുന്നു കേട്ടോ വിളിച്ചിരുന്നത്. പപ്പയ്ക്കും തന്നെ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ പപ്പയ്ക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു വന്നത് ഇവിടെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര പരക്ക കൊടുക്കലായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ പിന്നെ ഞങ്ങളാട്ടോ കഴിച്ച് തീർത്തത്. ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഏട്ടനും കുഞ്ഞാപ്പിയും കൂടെ അകത്തേക്ക് കയറി തൊഴുതു. മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹവും ഒക്കെ വാങ്ങി കിട്ടി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയ പോലെയായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഏട്ടൻ തന്നെ അതിനോട് പറയുകയും കൂടെ ചെയ്തു. എന്തോ ഒരു സന്തോഷം പോയ പോലെയായിട്ടോ തോന്നുന്നത് എന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വലിയ ആൾക്കാരൊക്കെ പോകാനുള്ള റെഡി. അവരെണ്ണം ഒരു റൂമിലേക്ക് പോയിട്ടോ. അവരവിടെ പാക്കിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് പോകാൻ നോക്കുകയാണ്, വേഗം വാ. ഞങ്ങളവിടെ അപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന തിരക്കായേ. ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പോയപ്പോഴൊക്കെ ഫുഡ് കഴിച്ചിരുന്ന ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുഞ്ഞാപ്പിയും കൂടെ ഉള്ളത് കുഞ്ഞാപ്പിക്ക് ഫുഡ് കഴിക്കുന്ന തിരക്കൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ മിസ്സായി പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.